പിടിയിലായവരിൽ KSUക്കാരുണ്ട് എന്നാണ് SFIക്കാർ ആരോപിക്കുന്നത്. ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത് SFIക്കാരായിട്ടുള്ള ആളുകൾ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ യാതൊരു രീതിയിലേക്കുള്ള ആശങ്കയില്ല. ഇത്തരത്തിലുള്ള ഒരു വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു യാത്ര തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരെ കണ്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ്, വലിയ വെല്ലുവിളിയാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. കാരണം ഏത് വിദ്യാർത്ഥി സംഘടനയും മടിച്ചു നിൽക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അവരുടെ ഏതെങ്കിലും തരത്തിലുമുള്ള പ്രവർത്തകർ ഇതിൽ കണ്ണികളായിട്ടുണ്ടാകുമോ, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ ഒന്നിന് പുറകെ ഒന്നായി മറ്റ് കേസുകൾ പൊങ്ങി വരുമോ, നമ്മൾ പ്രതിക്കൂട്ടിലാകുമോ എന്ന ഭയാശങ്കയോടുകൂടി തന്നെയാണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാത്തത്. നമ്മളിതൊരു ഒരു ശുദ്ധീകരണ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ്. മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ ക്ഷണിക്കുകയാണ്. ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ, അതിൽ KSUക്കാരുണ്ടെങ്കിൽ കൂടിയും അവരെ കയ്യാമം വെച്ച് കൽത്തുറുങ്കിൽ അടയ്ക്കണമെന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതില്ലാതെ അവരെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനോ അവർക്ക് നിയമ പരിരക്ഷ ഒരുക്കാനോ അവർക്ക് സംരക്ഷണം ഒരുക്കാനോ അവർക്ക് നിയമപരമായ ഉപദേശം നൽകാനോ KSU എന്ന് പറയുന്ന സംഘടന ഉണ്ടാകില്ല. ആ ഒരു ആർജവം SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ കാണണം. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയോ SFIക്കാരെ പിടിക്കുമ്പോൾ അത് KSUക്കാരാന്ന് പറയുന്നു, KSUക്കാരെ പിടിക്കുമ്പോൾ അത് SFIക്കാരാന്ന് പറയുന്നു, അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളാന്ന് പറയുന്നു. പരസ്പരം നമ്മൾക്ക് കരിവാരിത്തേക്കുന്ന രാഷ്ട്രീയമല്ല ഇവിടെ നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം, പരസ്പര രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ട് ഇതിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ രക്ഷപ്പെടാൻ പാടില്ല. ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നു, ഇവിടെ ഒരു കഞ്ചാവ് വേട്ട നടത്തിയത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ കഞ്ചാവ് കുറേയിടങ്ങളിൽ പിടിച്ചു എന്നതുകൊണ്ട് മാത്രം ഇതിൻ്റെ പോരാട്ടം അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ പാടുന്നില്ല. കഞ്ചാവിനേക്കാളും അപ്പുറമായി വലിയ തോതിൽ രാസലഹരികൾ ഇവിടുത്തെ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ പൊതുയിടങ്ങളിൽ ലഭ്യമാകുന്ന സാഹചര്യമുണ്ട്. അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മറയായി കഞ്ചാവ് വേട്ട ഒതുങ്ങരുതെന്ന് മാത്രമാണ് സർക്കാരിന് മുൻപിലുള്ള ഞങ്ങളുടെ ആവശ്യം. ഒരു കാര്യം കൂടി കേരളത്തിൻ്റെ സർക്കാരിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളെ ആണെങ്കിലും നിങ്ങൾ ഈ നടപടികളിൽ വെള്ളം ചേർക്കരുത്. എന്താണ് കളമശ്ശേരി ഹോസ്റ്റലിൽ കണ്ടത്? വലിയ തോതിലുള്ള കഞ്ചാവ് പിടിക്കുന്നു, അത് 2 FIR ആയിട്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ഏത് പ്രവർത്തകരാണെങ്കിലും ഇതിൽ KSU എന്ന് പറയുന്ന സംഘടനയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ പറഞ്ഞത്, ഏത് പ്രവർത്തകരാണോ അവർക്ക് രാഷ്ട്രീയപരമായ ഒരു ഐഡൻറ്റിറ്റിയിലോ ലേബലിലോ അവരെ ലേബൽ ചെയ്യേണ്ട സാഹചര്യമില്ല. അവർ KSUക്കാരാണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്കാരാണ്. ഈ സർക്കാർ അവരെ കയ്യാമം വയ്ക്കുക. അവർ SFIക്കാരാണെങ്കിലും മറ്റ് MSFകാരാണെങ്കിലും ASF ഏത് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട നമ്മളിത് രാഷ്ട്രീയത്തിൻ്റെ ടാഗ് ലൈനോട് കൂടി ഒരു വലിയ ഒരു വാർത്താ പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് അവർ KSU പ്രവർത്തകരാണെങ്കിൽ അതിന് യാതൊരു തർക്കവുമില്ലല്ലോ. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരാളുകളെയും ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ട കാര്യമില്ല, ബാധ്യതയില്ല. അതിൻ്റെ പാട്രണേജ് KSU എന്ന് പറയുന്ന സംഘടന ഏറ്റെടുക്കില്ല. കാരണം നമുക്ക് ഈ വിപത്തിനെ ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ് നമ്മളിവിടെ നടത്തുന്നത്. ആ ക്ലെൻസിങ് പ്രോസസ്സിൽ ഏത് സംഘടന ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ, അത് എത്ര ചെറിയവരോ വലിയവരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ തുടച്ചു നീക്കപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യം. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ 8ാമത്തെ ജില്ലയായിട്ടുള്ള എറണാകുളം ജില്ലയിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഫസ്റ്റ് പോയിന്റായി തന്നെ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല. ഏത് സംഘടനയിലും ആദ്യം വന്ന വാർത്തകൾ SFI എന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. SFIനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യം അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞു. ഏത് സംഘടനയിൽപ്പെട്ടതായിക്കോട്ടെ, നിങ്ങൾ ന്യൂസ് റേറ്റിങ്ങിന് വേണ്ടി അത് SFI എന്നോ KSU എന്നോ ABVP എന്നോ അല്ലെങ്കിൽ MSF എന്നോ മറ്റ് ഏത് സംഘടന ടാഗ് ലൈൻ കൊടുത്ത് അത്തരം രീതിയിലേക്കല്ല, ഏത് വിദ്യാർത്ഥി ആയിക്കൊള്ളട്ടെ എവിടെ നിന്ന് ലഭിച്ചു അവരുടെ ഉറവിടം കണ്ടെത്തി മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരിക. ദിസ് ഈസ് അവർ ക്രിസ്റ്റൽ ക്ലിയർ. സംഘടന എന്ന നിലക്ക് ഇത്രയും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ പറയുന്ന പ്രതികളായ ആർക്കെങ്കിലും സംഘടനയുമായി ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾ കൃത്യമായ രീതിയിൽ പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ KSUമായിട്ട് ഒരു ചെറിയ നൂലിഴ ബന്ധമുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അവരുടെ പാട്രണൈസ് ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല, അവരുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല. അവർ കയ്യാമം വെച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതിന് സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്, ഇവിടുത്തെ സർക്കാരിന് കർത്തവ്യമുണ്ട്, കടമയുണ്ട്. അവർ ഇതിൽ ഒരു ഇറ്റ് പോലും വെള്ളം ചേർക്കരുത് എന്നതാണ് KSUവിൻ്റെ നിലപാട്.